ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് വരികയാണ്. ഇപ്പോൾ ചില ആൾക്കാരെല്ലാം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ടാക്സ് സേവർ ഫണ്ട് ഉണ്ടായിരുന്നു മുമ്പ്, അപ്പോൾ ഈ വർഷവും അതടച്ച് ടാക്സ് സേവർ ഫണ്ട് ആവാം, അല്ലെങ്കിൽ ടാക്സ് സേവർ കിട്ടുന്ന മറ്റ് ഇൻഷുറൻസ് പ്രോഡക്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതിനെ പറ്റിയിട്ട്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ പലരും തന്നെ ടാക്സ് അടയ്ക്കുന്ന ഒരു ഇതിൽ ഓൾഡ് റെജിമിൽ നിന്ന് ന്യൂ റെജിമിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ന്യൂ റെജിമിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടാക്സ് സേവർ ഫണ്ട് അല്ലെങ്കിൽ ഈ യൂലിപ്പ് അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഒരു ടാക്സിൻ്റെ ഒരു ബെനിഫിറ്റിലേക്ക് കാണിച്ച് ഒരു ക്ലെയിം എടുക്കാൻ സാധിക്കില്ല. ആ ഒരു സൗകര്യം മുമ്പ് ഉണ്ടായിരുന്നത് ഇപ്പോൾ പുതിയ ന്യൂ ടാക്സ് റെജിമിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ അത് ഇല്ല. അപ്പോൾ നിങ്ങൾ ഏത് ടാക്സ് റെജിമാണ് ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ഒരു രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ ബൈ ചെയ്യുക. എസ്പെഷ്യലി ടാക്സ് സേവർ ഫണ്ടുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ളതോ അല്ലാത്ത യൂലിപ്പായിട്ടുള്ളതോ ഇൻഷുറൻസ് പ്ലാനുകളെല്ലാം തന്നെ ഇപ്പോഴും ആൾക്കാർ ഈ ഫിനാൻഷ്യൽ ഇയർ എൻ്റെ ആവാറേ, അപ്പോൾ എനിക്ക് എൻ്റെ ടാക്സിൻ്റെ ഒരു കാര്യത്തിനെന്നും പറഞ്ഞിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആവശ്യകത നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ന്യൂ ടാക്സ് റെജിമിലാണെങ്കിൽ ഇങ്ങനെയൊരു ടാക്സ് സേവർ ഫണ്ടുകളോ കാര്യങ്ങളോ എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരു വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ ഓക്കെ, പക്ഷേ ഒരു ടാക്സ് സേവർ എന്നുള്ളൊരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുകയുണ്ടാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആവശ്യകത ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെയുള്ള ഫണ്ടുകളോ പ്രൊഡക്ട്സുകളോ വാങ്ങുന്നതിന് മുൻകൈ എടുത്ത് ഇറങ്ങുക. താങ്ക് യു.